സാരല്ല. ഏയ് ഏയ് ഒന്നുമില്ല മോളെ. ഒന്നുമില്ല മോളെ, പേടിക്കണ്ടേ. പേടിക്കണ്ട കേട്ടോ മോളെ. ഞാൻ രാവിലെ തന്നെ വീട്ടിൽ കൊണ്ടാക്കാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട. അതിനു മുമ്പ് മോൾ എങ്ങനെ ഇവിടെ എത്തിയത്? വിഷമാവില്ലെങ്കിൽ പറയാൻ പറ്റുമോ? മെല്ലെ സമാധാനപ്പെട്. അവര് 3 പേരുണ്ടായിരുന്നു അങ്കിളെ. ജോർജ് കുട്ടീന്റെ പേരെ എനിക്കറിയൂ. അയാള് ഞങ്ങളുടെ അവിടുത്തെ വലിയ പണക്കാരന്റെ മകനാ. കൊറേ ദിവസം എന്റെ പിന്നാലെ. ഞാനെന്ന് സ്കൂളിൽ നിന്ന് നേരം വൈകി ബസ് കയറിയപ്പോഴേ അവരെന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ. അവര് 3 പേരും കൂടെ എന്നെ പൊതിഞ്ഞ് എന്തോ മണപ്പിച്ചു. മോള് പേടിക്കണ്ട, മോക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഒരു പ്രാവശ്യം മോൾ എൻ്റെ കൂടെ നിന്ന് കിടക്കണം. അത് കഴിഞ്ഞ മോളെ ഞാൻ സേഫായിട്ട് വീട്ടിലെത്തിച്ചോളാന്ന്. വേറെ ആരും അറിയണ്ട. ഇവന്മാരെ വിട്. ഇവിടെ സൗകര്യം കുറച്ച് കുറവാ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? ഇതിന്റെ വായി ടേപ്പ് പൊട്ടിക്കണം. ഇങ്ങോട്ട് മാറിക്കണം, ഇങ്ങോട്ട് വാടി. ഈ പിശാചിന്റെ കൈ രണ്ടും നിവർത്തി പിടിക്കണം. വാടി വന്ന് പിടിക്കണം. അടങ്ങി കിടക്കണി. ഇതിന് കെട്ടിറ, ചകലോട് കെട്ടിറ, ഈ പണ്ടാരക്കാലത്തെ കെട്ടിറ. അയാള് പിറ്റേന്ന് രാത്രിയിലും വന്നു. എങ്ങനെയുണ്ട് പുതിയ ജീവിതം? എന്നാ ഭക്ഷണം കഴിക്ക. ഒരു തവണ നീ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ മതി. നിന്നെ ഞാൻ വെറുതെ വിടാം. ഇനി ഞാൻ വരുമ്പോ പട്ടിയെ പോലെ നീ എന്റെ കാല് നാക്കും. നോക്കിക്കോ. ഓ എന്റെ അമ്മ. മേനോൻ സാർ, മേനോൻ സാറേ, മേനോനെ. ആരോ വിളിക്കുന്നുണ്ട്, എഴുന്നേക്ക്. നീ പോയി നോക്ക്. വെറുതെ മീശയും പിരിച്ച് കിടക്കുന്നു. മേനോൻ ഒന്ന് വാതിൽ തുറക്കൂ. ഒരു ഉപയോഗമില്ലാത്തൊരു മനുഷ്യൻ. ആരാ? മേനോൻ സാർ ഇല്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. നിങ്ങളിരിക്കും.
എന്താ മോഹനേന്ദ്രൻ നായരെ? ഏതാ ഈ കുട്ടി? ഇവളുടെ പേര് റോസി. അത്ര അറിഞ്ഞാൽ മതി. മേനോൻ, ഈ കുട്ടി ഒന്നുകൊണ്ട് യാത്ര എടുത്തു. ഒന്ന് ശ്രദ്ധിക്കണം, അവൾക്ക് നല്ല സുഖമില്ല. പക്ഷെ ഇത് ഏതാ ഈ കുട്ടി? മേനെ, ആ കുട്ടി ഒന്നുകൊണ്ട് യാത്ര എടുത്തു. ഓ ആ വാ. ഹലോ. അടങ്ങി നിക്കണം. നടക്കണം അങ്ങട്. സാർ, ഒരപേക്ഷയുണ്ട്. എന്താ പറയൂ. വലിയ വീട്ടിലെ സന്താനാണ്. നിങ്ങൾ സ്റ്റേഷനിലെത്തുമ്പോഴേക്കും ജാമ്യമെടുക്കാൻ ആളുണ്ടാവും അവിടെ. അതുകൊണ്ട് കുറച്ച് വളഞ്ഞ വഴി കൂടി കറങ്ങി ഒന്ന് നന്നായിട്ട് പെരുമാറി വിടണം. അത് ഞാനേറ്റു. വാടാ, പോടാ. നടക്കടാ. ചെല്ല്. ഇപ്പൊ പ്രയാസമൊന്നുമില്ലല്ലോ. ഇല്ല. വീട്ടിൽ പോയാലും കുറച്ച് ദിവസം വിശ്രമിക്കണം. ശരി. ഏയ്, മോക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ചെല്ല. പോയിട്ട് വാ. എപ്പോഴെങ്കിലും ഇതിലേ വരണം. അകത്ത് കയറിയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാലോ. നമ്മള് ബന്ധുക്കൾ, അതറിയോ? അറിയാം, മേനോൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തമ്മിലാ ബന്ധം, അതറിയോ? കുട്ടികളെവിടെ? കുട്ടികളില്ല. റോസിയുടെ വരവും പോക്കും എന്നെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. പഴയതെല്ലാം മറന്നു എന്നാണ് കരുതിയത്. പക്ഷേ ഒന്നും മറക്കാൻ കഴിഞ്ഞിട്ടില്ല. റോസി എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ പെൺകുട്ടി, അവളുടെ നിലവിളി ഞാൻ വീണ്ടും കേട്ടു തുടങ്ങി.